അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 9ാം തരത്തിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള പീരിയോഡിക് ടേബിളാണ്. ഓക്കെ, പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് പിള്ളേരൊക്കെ കൂടി എന്താ ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും കൂടി അറേഞ്ച് ചെയ്യാണ്, കുറേ എലമെൻസിനെല്ലാം അറേഞ്ച് ചെയ്യാണ്, ശരിയല്ലേ? അപ്പോൾ എന്താ ഈ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ഈ ആറ്റംസ് ഒക്കെ സിമിലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആറ്റംസ്, സിമിലർ ആയിട്ടുള്ള ആറ്റംസ് കൂടിച്ചേർന്നുള്ള അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എലമെൻറ്റ്സ് പറയുന്നത്. അങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പുള്ള പാർട്ടിക്കിൾസ്, അപ്പോൾ ഇതൊരു എ എന്ന് പറയുന്ന പാർട്ടിക്കിളാണെന്ന് വിചാരിക്കും, ഇനി ഇവിടെ ബി എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടിച്ചേരുവാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പഠിച്ചിട്ടുണ്ട് 8ൽ. അപ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്തായിരിക്കും ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇത് എലമെൻ്റ് ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ല ചേട്ടൻ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ചേട്ടൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ താഴെയുള്ള അവിടെ മുതൽ നോക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടൻ എടുക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ്, പക്ഷേ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മലയാളത്തിലാണ്. ഓക്കെ, മലയാളത്തിൽ എന്തെങ്കിലും ടേം മാത്രമേ വ്യത്യാസം ഉണ്ടാവും, കാര്യമെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ മലയാളത്തിലുള്ള ആ ടേമും കൂടി പറഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക, എന്നിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, സ്റ്റുഡൻസ് ഇൻ ദ പിക്ചർ ആർ ട്രൈങ് ടു മേക്ക് എ മോഡൽ ഓഫ് പീരിയോഡിക് ടേബിൾ ആസ് എ പാർട്ട് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമുക്കറിയാം സയൻസ് പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ശരിയല്ലേ? ഈ സയൻസ് ഫെയറിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറേ മോഡൽസും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പീരിയോഡിക് ടേബിളാണ് ഇവർ ഉണ്ടാക്കുന്നത്. You have learned that periodic table in which elements are scientifically classified is helpful in studying the chemistry. അപ്പോൾ ബേസിക്കലി ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഉദ്ദേശം എന്താ? നമുക്കിപ്പോൾ കുറേ എലമെൻസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ എലമെൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ച കാര്യങ്ങൾ ക്രമീകരിച്ച് ക്രോഡീകരിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ അവിടെയാണ് ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ പ്രസക്തി. എന്താണ്? നമ്മൾ എലമെൻസിനെ പഠിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ്, സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നോക്കിയേ ഇവിടെ, ഓക്കെ, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജനും ഫ്രണ്ട്സും. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ എന്താ, നമുക്ക് പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും. പിന്നെ അതിനൊരു പെർട്ടിക്കുലർ പാറ്റേൺ കണ്ടുപിടിക്കും. ഓക്കെ, ചില പ്രോപ്പർട്ടി ഇങ്ങോട്ട് പോകുമ്പോൾ കൂടും, ചില പ്രോപ്പർട്ടി കുറയും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു എലമെൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും, അതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായിട്ട് എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പീരിയോഡിക് ടേബിൾ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും, പീരിയോഡിക്കലി ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിന്റ് കഴിയുമ്പം അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു, ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കി തീർക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു പീരിയോഡിക് ടേബിൾ ഹെൽപ്പ് ചെയ്യും, ശരിയല്ലേ? മോറോവർ യു ആർ ഫെമിലിയർ വിത്ത് ഏർലി അറ്റംപ്റ്റ്സ് അറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്. അപ്പോൾ പല ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എലമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഓർഡറിലാക്കിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. പലരും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് ലോ പ്രപ്പോസ്ഡ് ബൈ ഡെമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. അപ്പോൾ മെൻഡലീഫാണ് ശരിക്കും ലാസ്റ്റ് എന്ത് ചെയ്തത്, ഒരു പീരിയോഡിക് ലോ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതായത് പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്ത ആരാണ്, ഈ പറഞ്ഞ മെൻഡലീഫാണ്. ഓക്കെ, പുള്ളി ആറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1869, അപ്പോൾ 1869 നിങ്ങൾക്കറിയോ, 1860 വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഗാന്ധിജി ജനിച്ച വർഷം കൂടിയാണ്, ശരിയല്ലേ? വെൻ മെൻഡലീഫ് പ്രിപ്പയർഡ് ദ പീരിയോഡിക് ടേബിൾ ദർ വാസ് നോ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഓർ സബാറ്റോമിക് പാർട്ടിക്കിൾ. അപ്പോൾ ഈ മെൻഡലീഫ് ഈ പറയുന്ന പണ്ടത്തെ പീരിയോഡിക് ടേബിളിൻ്റെ ആദ്യത്തെ ഒരു രൂപം ഉണ്ടാക്കിയത് വളരെ മുന്നാണ്. എപ്പോഴാണ്? 1869. പക്ഷേ എന്താ പ്രശ്നം എന്താ, ആ സമയത്ത് ഈ ഒരു ആറ്റത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ലായിരുന്നു. അതായത് എന്താണ് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചറായിട്ട് മനസ്സിലായില്ല, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആ കാര്യങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്തത് ഇതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിലെന്തെല്ലാം ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ശരിയല്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചാർജ് ജസ്റ്റ് ഓർമ്മയുണ്ടോ, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, അത് ഓർത്താൽ മതി. പി പോസിറ്റീവാണ് പ്രോട്ടോൺ, അതങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രോൺ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. പിന്നെ ന്യൂട്രോണിൻ്റെ പേര് വരാൻ തന്നെ കാരണം ന്യൂട്രൽ ആയതുകൊണ്ടാണ്, അതായത് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് 3 പാർട്ടിക്കിൾസാണ് മെയിനായിട്ട് ഒരു ആറ്റത്തിൽ ഉണ്ടാവുക. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടാവും, പിന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ടാവും, പിന്നെ ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോൺ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചത് ഈ ഒരു മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിന് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ പ്രശ്നം, എന്താ, മെൻഡലീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറേ മെറിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ശാസ്ത്രജ്ഞനെ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് മെറിറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ,
അത് നിങ്ങളെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ഓക്കെ, ആറ്റമി മാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് എഴുതാം. പിന്നെ എന്ത് ചെയ്യാം, ഈ ഒരു എലമെൻസിനെ പല ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഓരോരോ കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ആദ്യമായിട്ടൊരു ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരു സംഭവം ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നത് ഈ പുള്ളിയാണ്. അതായത് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് കൊണ്ടുവന്നത് ഈ ഒരു മെൻ്റലീഫാണ്. പിന്നെ സിമിലർ എലമെൻറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. അപ്പോൾ സാധാരണ ചില എലമെൻറ്റ്സ് ഒരേപോലുള്ള പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സിനെ ഒന്നിച്ചാണ് പുള്ളി ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കലായി അറേഞ്ച് ചെയ്ത അറ്റോമിക് പ്രോപ്പർട്ടീസ് വെച്ച് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത ഒരു പീരിയോഡിക് ടേബിളായിരുന്നു മെൻ്റലീഫിൻ്റെ. പിന്നെ കുറേ എലമെൻറ്റ് ഭാവിയിൽ വരുന്ന പുള്ളി പ്രൊഡിക്റ്റ് ചെയ്തു, അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം പ്രൊഡിക്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് ബ്ലാങ്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്ലാങ്കിൽ ഇട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഫ്യൂച്ചറായിട്ട് കണ്ടുപിടിക്കപ്പെടാവുന്ന എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രൊഡിക്റ്റ് ചെയ്ത് അവർക്കുള്ള സ്പേസ് കൂടി എന്ത് ചെയ്തു ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പിന്നെയാണ് നോബൽ ഗ്യാസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അതായത് ഉത്കൃഷ്ടവാദങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് ഇതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ടും ആ ഒരു ഉത്കൃഷ്ടവാദങ്ങൾ, അതായത് നോബൽ ഗ്യാസിനെ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോഴും ഈ ഒരു മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിളിന് പ്രശ്നമൊന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പാക്കി. അപ്പോഴും ഈ ഒരു മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെറിറ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഐസോട്ടോപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ബേസിക്കലി ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എലമെൻറ്റിൽ എന്തെല്ലാം ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണം സെയിമും പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം ഡിഫറൻസും വരുമ്പോഴാണ് ഈ പറയുന്ന ഐസോട്ടോപ്പ് ഉണ്ടാവുക. അപ്പോൾ എത്രയാണ് നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറായിട്ട് വരിക, എത്ര പ്രോട്ടോൺ ഉണ്ടോ അതായിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രോട്ടോണാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും, 1 ആയിരിക്കും അറ്റോമിക് നമ്പറായിട്ട് വരാം. പക്ഷേ ന്യൂട്രോൺസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കേസിൽ 2 ന്യൂട്രോൺസ് ഉണ്ട്, ഒന്നാമത്തെ കേസിൽ 2 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാസ് നമ്പർ എത്ര വരും, മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ ആണുള്ളത്, 2 ന്യൂട്രോൺ ആണുള്ളതെങ്കിൽ എത്രയായിരിക്കും മാസ് നമ്പർ, എത്രയായിരിക്കും 1 + 2 3 ആയിരിക്കും ഇതിൻ്റെ ഒരു മാസ് നമ്പറായിട്ട് വരാം, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും സം ആയിരിക്കും. ഓക്കെ, അത് കൂട്ടിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 1 പ്രോട്ടോൺ ഉള്ളത്, 2 ന്യൂട്രോൺസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 3 ശരിയല്ലേ? അപ്പോൾ ഇവിടെ മാസ് നമ്പറായിട്ട് 3 വരിക. ഇനി നമ്മൾ സെയിം ആ ഒരു എ എന്ന് പറയുന്ന എലമെൻറ്റ് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയതുകൊണ്ട് എന്താ ആറ്റോമിക് നമ്പർ 1 തന്നെയാണ്, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം ഡിഫറൻറ്റ് വരികയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ന്യൂട്രോണിൻ്റെ എണ്ണം 2 അല്ല 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, മാസ് നമ്പർ എത്രയായിട്ട് മാറും, അപ്പോൾ എലമെൻറ്റിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോൺ എന്ന് പറയുന്നത് 3. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇതിൻ്റെ മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്, 3 + 1 4 വരും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ രണ്ടിനെയും ഈ ഒരു എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയും. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും, ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും. ഇവിടെ ഓക്കെ, ഈ താഴെ കൊടുത്തതാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എലമെൻറ്റിൻ്റെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആറ്റോമിക് നമ്പർ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു, മാസ് നമ്പർ ഈ ഒരു മേലെ കൊടുത്തത്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ മാസ് നമ്പർ ഡിഫറൻസ് ഉള്ള പക്ഷേ ആറ്റോമിക് നമ്പർ സെയിം ഉള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആണോ? അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും പക്ഷേ മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. എന്നിട്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആയത്, ഇലക്ട്രോൺ സെയിം, ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഡിഫറൻറ്റ് വന്നു, ശരിയല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം ഡിഫറൻറ്റ് വന്നുകൊണ്ടാണ് ഈ പറയുന്ന മാസ് നമ്പർ ഡിഫറൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഒരു എലമെൻറ്റ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുമ്പം അതിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, 1 തന്നെയാണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറൻറ്റ് വരിക. ഇപ്പോൾ ഇവിടെ 3 ഇവിടെ 4 വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിതിനെ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ സെയിം വരുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൗ ഡു ഐസോട്ടോപ്പ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം അനദർ, എങ്ങനെയാണ് വ്യത്യാസം വന്നത്, എങ്ങനെയാണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, ശരിയല്ലേ? എന്നിട്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ എന്നിട്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആയത്, ന്യൂട്രോൺസിൻ്റെ എണ്ണം മാറിയതുകൊണ്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആയത്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്, പക്ഷേ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് ഈ പറയുന്ന മാസ് നമ്പർ. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം മാറിയപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു മാസ് നമ്പർ മാറി. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസ് ഓഫ് ആറ്റോമിക് മാസ് ഇൻ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ. അതാണ് നമ്മൾ പറഞ്ഞത്, ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്
മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. സിൻസ് ഐസോട്ടോപ്പ് ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് മാസ് ഇറ്റ് ഈസ് നെസറി ടു അസൈൻ ഡിഫറെൻറ്റ് പൊസിഷൻ ഫോർ ദം ഇൻ ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ അറ്റോമിക് മാസ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസുള്ള ഈ പറയുന്ന ഐസോട്ടോപ്പിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻ വേണം, ശരിയല്ല? പക്ഷേ ഈ ഒരു ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഉണ്ട് H11, പിന്നെ ഉള്ളത് ഈ പറയുന്ന ഡ്യൂട്ടീരിയം, ട്രീസിയം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഐസോട്ടോപ്പ്? അത് നോക്കി, ഹൈഡ്രജനിൽ എന്ന് പറയുന്നത് H11 ആണ്. അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ അതിൽ ഒരു പ്രോട്ടോണാണ് ഉള്ളത്, ന്യൂട്രോൺസ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലല്ലേ 1 + 0 1, അതായത് അങ്ങനെയല്ലേ മാസ് നമ്പർ 1 കിട്ടുന്നത്. പിന്നെ അടുത്തത് ഡ്യൂട്ടീരിയം ആണ് H12. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ് കിടക്കുന്നത്, പക്ഷേ മാസ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, ശരിയല്ലേ? അപ്പോൾ 1 + dash = 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, എത്ര ന്യൂട്രോൺ ഉണ്ടാവും? ഒരു ന്യൂട്രോൺ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലല്ലേ 1 + 1 2 കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. അടുത്തത് ട്രീസിയാണ്. ട്രീസിയത്തിന് എഴുതിയിരിക്കുന്നത് H13 എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ എത്രയാണുണ്ട്? 2 ന്യൂട്രോൺസ് ആയിരിക്കും ഈ പറഞ്ഞ ട്രീസിയത്തിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ഐസോട്ടോപ്പാണ് ഈ പറയുന്ന ഹൈഡ്രജനുള്ളത്. ആസ് പെർ മെൻ്റലീഫ്സ് പീരിയോഡിക് ടേബിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസൈൻ സ്പെസിഫിക് പൊസിഷൻ ടു ഈച്ച് ഓഫ് ദം ഓൺ ദ ബേസ് ഓഫ് അറ്റോമിക് മാസ്. അപ്പോൾ ഈ അറ്റോമിക് മാസ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻ അറേഞ്ച് ചെയ്യാൻ ഈ പറയുന്ന മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ പറ്റത്തില്ല. ഈ ഒരു ഐസോട്ടോപ്പിന് 3 സ്പേസ് അറേഞ്ച് ചെയ്യാനുള്ള പറ്റത്തില്ല. അപ്പോൾ ഈ മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസൈൻ സ്പെസിഫിക് പൊസിഷൻ ടു ഈച്ച് ഓഫ് ദം. അപ്പോൾ ഈ ഓരോ ഐസോട്ടോപ്പിനും ഓരോ പൊസിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, Through his X-ray diffraction experiment, Henry Moseley proved that properties of elements are mainly on the atomic number rather than atomic mass. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു സയൻറ്റിസ്റ്റ് വരാണ്. അതെന്താണ്? പേരെന്താണ്? ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വരാണ്. ഓക്കെ, അപ്പോൾ പുള്ളി എന്താ ചെയ്തത്? പുള്ളി എക്സ്റേ വെച്ചിട്ട് പല എക്സ്പീരിയൻസ് ആണിത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറഞ്ഞു അറ്റോമിക് മാസിനേക്കാൾ നല്ലൊരു സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അറ്റോമിക് നമ്പറാണ്. അതായത് ഈ ഒരു എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, അതായത് എലമെൻസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് മാസിനേക്കാൾ അറ്റോമിക് നമ്പറിനാണെന്ന് പറഞ്ഞു. ഹീ ദെൻ റിവൈസ് ദ മെൻ്റലീഫ്സ് പീരിയോഡിക് ലോ. അതാണ് നമ്മൾ പറയുന്നത് മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പുതിയ പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയതാണ് ഈ ഹെൻറി മോസ്ലി. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ? ഡിഫറൻസ് എന്താണ്? റീസൺ എന്ന് പറയുന്നത് മോസ്ലി പ്രൂവ് ചെയ്തത് അറ്റോമിക് മാസിനേക്കാൾ അറ്റോമിക് നമ്പറിനെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിൻ്റെ. അപ്പോൾ എന്ത് ചെയ്തു? അതുകൊണ്ട് അറ്റോമിക് മാസിന് വരെ അറ്റോമിക് നമ്പറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് മോസ്ലി എന്ത് ചെയ്തു? ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ പറയുന്ന മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് പറയുന്നത്? മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടേം ഏതാണ്? അറ്റോമിക് നമ്പർ എന്നുള്ളൊരു ടേമാണ്. കാരണം എന്താ വെച്ചാൽ മെൻ്റലീഫ് പറഞ്ഞത് അറ്റോമിക് മാസിനാണ് ഈ പറയുന്ന പ്രോപ്പർട്ടീസെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ മോസ്റ്റ്ലി പറഞ്ഞത് എന്താണ്? അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പറാണ് ഈ പറയുന്ന കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? ഒരു എലമെൻറ്റ് വേറൊരു എലമെൻറ്റായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഡെൻസിറ്റി, പിന്നെ അതിൻ്റെ മാസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് മാസിനേക്കാൾ അറ്റോമിക് നമ്പറിനാണെന്നാണ് ആര് പറഞ്ഞത്? ഹെൻറി മോസ്ലി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് മോഡേൺ പീരിയോഡിക് ലോ മോസ്ലി അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആൻഡ് ഡിസൈൻ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ട് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? മോസ്റ്റ്ലി എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്? ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെൻസിനെ നമ്മൾ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്രമീകരിക്കുന്നു, അറ്റോമിക് നമ്പർ കൂടുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആണോ? അങ്ങനെയാണ് നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിനെ മെറിറ്റ് നോക്കാം. As we know, one of the demerits of the Mendeleev periodic table is that elements having different properties are included in the same group. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻസിന് സെയിം ഗ്രൂപ്പിൽ ഈ പറയുന്ന മെൻ്റലീഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളൊരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതുപോലൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് വരുന്ന അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ വരുന്ന ഈ വലത്തുനിന്ന് അടുത്തോട്ട് പോകുന്ന അതിനാണ് എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഈ പീരിയോഡിക് ടേബിളിലെ ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പീരീഡ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മേലെ നിന്ന് താഴോട്ട് വരുന്നതും ഇടത്തുനിന്ന് വലത്തിലേക്ക് പോകുന്നത് പീരീഡുമാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണ് ഇവിടെ എന്താണ് പറയുന്നത്? മെൻ്റലീവ്സ് പീരിയോഡിക് ടേബിൾ
എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. അപ്പോൾ സെയിം താഴോട്ട് ഇങ്ങനെ എടുക്കുമ്പം സെയിം ഗ്രൂപ്പ് തന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്? ഹാർഡ് മെറ്റൽ ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ ആർ ഇൻക്ലൂഡഡ് എലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽ ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം എല്ലാം കോപ്പറിൻ്റെയും സിൽവറിൻ്റെ ഒപ്പരായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം സോഫ്റ്റ് ആണ്, പക്ഷേ കോപ്പറും സിൽവർ എന്ന് പറയുന്നത് ഹാർഡാണ്. അപ്പോൾ ഇതിനെല്ലാം ഒന്നിച്ചാണ് ഈ പുള്ളി ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതാണ് ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി വാസ് പെർട്ടിക്കുലർ അബൌട്ട് ഇൻക്ലൂഡിങ് എലമെൻറ്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അപ്പോൾ ഈ മോസ്റ്റ്ലി ഇത് അറേഞ്ച് ചെയ്യുമ്പം ഈ കാര്യം മോസ്റ്റ്ലിക്ക് അറിയാം. അതായത് മെൻ്റലീഫ് അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി. മോസ്റ്റ്ലി ആ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിച്ചു. ഓക്കെ, അതായത് സെയിം പ്രോപ്പർട്ടീസ് ഉള്ളവരെയാണ് സെയിം ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഹെൻസ് ഇഫ് വി നോ ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ എലമെൻറ്റ് വി ഗെറ്റ് എൻ ഐഡിയ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് അതർ എലമെൻറ്റ് ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയാണ് എന്താ ഗുണം എന്താണ്? നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഓരോ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി അറിയെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ് ഒരേ ഗ്രൂപ്പിൽ വന്നാലുള്ള ഗുണം. ഓക്കെ, in Mendeleev's periodic table, there is no specific position for the isotope of a same element. ഒരേ സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസോട്ടോപ്പിന് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ സ്ഥാനമില്ല. ബട്ട് ഇൻ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പർ. അപ്പോൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അറ്റോമിക് മാസിനെയാണ് അത് ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. അതായത് അറ്റോമിക് മാസ് കൂടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? അപ്പോൾ അങ്ങനെ അറ്റോമിക് മാസിൻ്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് അറ്റോമിക് മാസുള്ള ഈ പറയുന്ന ഐസോട്ടോപ്പിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ? പക്ഷേ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം എന്താ? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദിസ് ലിമിറ്റേഷൻ ഓഫ് ദ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ വാസ് ഓവർകം. അപ്പോൾ നമ്മൾ അറ്റോമിക് മാസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഐസോട്ടോപ്പിന് 3 സ്ഥലം വെച്ചെല്ലാം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല മെൻ്റൽ. അപ്പോൾ ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിനെ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഡിഫറെൻറ്റ് ഐസോട്ടോപ്പ് ഉണ്ടെങ്കിലും അറ്റോമിക് നമ്പർ സെയിം ആണ്. ശരി, നേരത്തെ ചേട്ടൻ പറഞ്ഞ ഓർമ്മയില്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 അങ്ങനെ വരുമാണ് എന്ത്, അത് ഹൈഡ്രജൻ. പിന്നെ ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ എന്താണ്, H1 2. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ഒരു പൊസിഷൻ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ അനദർ ലിമിറ്റേഷൻ ഓഫ് ദ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ അറ്റോമിക് മാസ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ്. കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് എലമെൻ്റ് ഓഫ് പൊട്ടാസ്യം അറ്റോമിക് മാസ് 39 പ്ലേസ്ഡ് ആഫ്റ്റർ ആർഗൺ. ആർഗണ് 40. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം പൊട്ടാസ്യം പിന്നെ ആർഗണല്ലേ വേണ്ടേ? 39 കഴിഞ്ഞിട്ടല്ലേ 40 വേണ്ടേ? പക്ഷേ പുള്ളി കൊടുത്ത നേരെ തിരിച്ചാണ്. സിൻസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസ് ഓഫ് ദി അറ്റോമിക് നമ്പർ ദിസ് കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഓഫ് മാസ് ഈസ് ഇറലവൻറ്റ് ഇൻ മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ ഈ അറ്റോമിക് മാസ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് മാസ് കുറഞ്ഞാൽ ആദ്യം കൊടുക്കണം, മാസ് കൂടുതൽ പിന്നെ കൊടുക്കണം. പക്ഷേ അറ്റോമിക് നമ്പറാണ് എടുത്തതുകൊണ്ട് ഈ പറയുന്ന മാസിലുള്ള ഡിഫറൻസ് കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു പ്രശ്നം സോൾവ് ആയി. അതായത് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. പക്ഷേ അത് പുള്ളി മര്യാദയ്ക്ക് ചെയ്യുന്നതുമില്ല. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു, മോസ്റ്റ്ലി അറ്റോമിക് മാസ് എന്ന കൺസെപ്റ്റേ മാറ്റി അറ്റോമിക് നമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ അറ്റോമിക് നമ്പർ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുമ്പം നമ്മൾ ആ അറ്റോമിക് മാസിലുള്ള ഡിഫറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ട് പീരിയോഡിക് ടേബിൾസ് ആർ ഓഫ് വേരിയസ് കൈൻഡ്സ് ഡെവലപ്പ് ഓവർ ദ ടൈം. അതായത് വേരിയസ് ടൈപ്പിലുള്ള പീരിയോഡിക് ടേബിൾ ഓരോ കാലത്തും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 118 എലമെൻറ്റ്സ് ഉള്ള ആ ഒരു പീരിയോഡിക് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇൻ ദി പീരിയോഡിക് ടേബിൾ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ് ആൻഡ് വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയഡ് എന്ന് പറയുന്നത്. അതുപോലെ മേലെ നിന്ന് താഴോട്ട് വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, എലമെൻറ്റ്സ് ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ് എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതായത് ഈ ഗ്രൂപ്പ് ഏതാ, ഇതിലേതാ ഗ്രൂപ്പ്? ഈ ഒരു ബ്ലൂവിൽ കാണിച്ചാൽ അതാണ് ഗ്രൂപ്പ്. ഓക്കെ, അതായത് മേലെ നിന്ന് താഴോട്ട് വരുന്ന അതാണ് ഗ്രൂപ്പ്, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നത് പീരിയഡും. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് മേലെ നിന്ന് താഴോട്ട് വരുന്ന ആ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സിന് സെയിം പ്രോപ്പർട്ടീസാണ് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, സെയിം ആയിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് പീരിയോഡിക് ടേബിൾ. നമുക്ക് സൂം ചെയ്ത് ജസ്റ്റ് എന്തൊക്കെയാണ് പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ബോക്സ് കാണാം, ശരിയല്ലേ? ഓരോ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മേലെ നിന്ന് താഴോട്ട് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇടതുനിന്ന് വലത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു എലമെൻ്റ് ഉണ്ടാവും. എലമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ കൊടുത്ത കുറേ ലെറ്റേഴ്സ് ഇല്ലേ, അപ്പോൾ അത് ഓരോന്നും ഓരോ കളറിലുള്ളതും ഓരോ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ ആണ്, ശരിയല്ലേ?
അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, H എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റും ഓരോ സിമ്പിൾ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കുറച്ചെണ്ണം പറയാം. മഗ്നീഷ്യം നോക്കിയേ, ഇവിടെ നോക്കിയേ, മഗ്നീഷ്യം എന്നാണോ. അപ്പോൾ ഈ മഗ്നീഷ്യം എഴുതിയിരിക്കുന്നത് എന്താണ്, Mg എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ബെർലിയം നോക്കിയേ, ബെർലിയത്തിന് എഴുതിയിരിക്കുന്നത് Be എന്നാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇതിൽ ബെർലിയം എന്നുള്ളതിൻ്റെ ആദ്യത്തെ 2 അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മഗ്നീഷ്യം അങ്ങനെയല്ല. പക്ഷേ ലിഥിയം നോക്കിയേ, ലിഥിയത്തിൻ്റെ Li ആദ്യത്തെ 2 അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. സോഡിയത്തിൻ്റെ Na എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സോഡിയത്തിൻ്റെ പേരുമായിട്ട് എന്താണ് ഈ ഒരു സ്പെല്ലിംഗ് ആയിട്ട് ബന്ധമില്ല. പക്ഷേ ഏത് സ്പെല്ലിംഗ് ആയിട്ട് ബന്ധമുണ്ട്, അതിൻ്റെ വേറൊരു പേരായിട്ടുള്ള നാട്രിയം എന്നുള്ള പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ പൊട്ടാസ്യം നോക്കിയേ, പൊട്ടാസ്യം എന്നുള്ള പേരല്ല, കാലിയം എന്നുള്ള വേറൊരു പേരുണ്ട്, അതിൻ്റെ K ഒന്നാമത്തെ അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മിക്കവാറും എലമെൻസിൻ്റെ പേരുമായിട്ട് ബന്ധമുള്ള ഒരു ലെറ്റേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ടൈറ്റാനിയം നോക്കിയേ, ടൈറ്റാനിയത്തിന് ആദ്യത്തെ 2 അക്ഷരമായിട്ടുള്ള Ti ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്കാൻഡിയം നോക്കിയേ, Sc എന്നാണ് എഴുതിയിരിക്കുന്നത്. കാൽസ്യം Ca എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇട്രിയം എന്നുള്ളത് Y എന്നാണ് എഴുതിയിരിക്കുന്നത്. സിർക്കോണത്തിന് പക്ഷേ നോക്കിയേ, സിർക്കോണത്തിൻ്റെ സ്പെല്ലിങ് ZIR എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ Z-ഉം R-ഉം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിലുള്ള സ്പെല്ലിങ്സിൻ്റെ ഒരു അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഓരോ എലമെൻറ്റിൻ്റെയും സിമ്പിൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് പല പല സിമ്പിൾസ് വെച്ചിട്ടാണ് ഈ എലമെൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് ഇങ്ങനെ നോക്കുമ്പം ഇതിൽ കുറേ എന്തുണ്ട്, കുറേ ഗ്രൂപ്പ് കാണും, ശരിയല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, മേലിന് താഴോട്ട് പോകുന്നതാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിയേ, ഇതിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് നോക്കിയേ. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഇതാണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഇതാണ്, മൂന്നാമത്തെ ഇതാണ്, ശരിയല്ലേ, നാലാമത്തെ ഇതാണ്, അഞ്ചാമത്തെ ഇതാണ്, ആറാമത്തെ ഇതാണ്, ഏഴാമത്തെ ഇതാണ്, എട്ടാമത്തത് ഇതാണ്, ഒമ്പതാമത്തത് ഇതാണ്, 10, 11, 12, 13, 14, 15, 16, 17, 18. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? അപ്പോൾ നമുക്ക് കിട്ടി 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 18 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, പിന്നുള്ളത് പീരീഡാണ്. പീരീഡ് ഓക്കെ, പീരീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, പീരീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, അതായത് നമ്മൾ ഇടത്തുനിന്ന് വലതോടെ ഇങ്ങനെ പോകുന്ന അതിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നോക്കിയേ, ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്, ഇത് ഒന്നാമത്തെ പീരീഡ്. ഓക്കെ, പിന്നെ അതുപോലെ ഇത് രണ്ടാമത്തെ പീരീഡ്, പിന്നെ അതുപോലെ ഇത് മൂന്നാമത്തെ പീരീഡ്, ഇത് നാലാമത്തെ പീരീഡ്, പിന്നെ ഇത് അഞ്ചാമത്തെ പീരീഡ്, ഇത് ആറാമത്തെ പീരീഡ്, ഇത് ഏഴാമത്തെ പീരീഡ്. ഓക്കെ, പിന്നെ നോക്കിയേ, ഇവിടെ 2 എണ്ണം കിടപ്പുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഈ 2 എണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ആറാമത്തെയും ഏഴാമത്തെയും പീരീഡിലായിട്ടാണ് വരിക. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ താഴെയുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇത്ര വരെയുള്ള സംഭവമാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു 18 ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ എത്ര പീരീഡ് ഉണ്ട്, 7 പീരീഡാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് നോക്കിയേ, ഇതിൽ പല കളറിൽ കൊടുത്തിട്ടുണ്ട്. ചിലതൊരു ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ. ചിലത് വെള്ളയിലാണ് കൊടുത്തേക്കുന്നത്, ചിലത് ഈ ഒരു കളറിലാണ്, ചിലതൊരു ഈ ഒരു പച്ച പോലത്തുള്ള കളറിലാണ്. അതിൻ്റെ ഡിഫറൻസ് എന്താ, നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ഗ്യാസസ് ആണ് ഈ പറയുന്ന ഒരു ബ്രൗൺ കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതിലാണെങ്കിൽ ഗ്യാസായിട്ട് കൊടുത്തേക്കുന്നത് ഏതിലാണ് നോക്കിയേ. അപ്പോൾ ഗ്യാസായിട്ട് കൊടുത്തേക്കുന്നത് ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ ഫ്ലൂറിൻ ഉണ്ട്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, പിന്നെ ഈ പറയുന്ന ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ബ്ലൂ പോലുള്ള പച്ച പോലുള്ള ആ ഒരു കളറിൽ കൊടുത്തേക്കുന്നത് എന്താണ്, അത് ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡായിട്ട് ഏതെല്ലാം ഉള്ളത്, CC ഉണ്ട്, ഫ്രാൻസി ഉണ്ട്, പിന്നെ ഈ പറയുന്ന മെർക്കുറി ഉണ്ട്. ഓക്കെ, പിന്നെ ഗാലി ഉണ്ട്, പിന്നെ ഇതുള്ളത് ബ്രോമിൻ ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലിക്വിഡായിട്ട് വരുന്നത്. ഓക്കെ, ചില എലമെൻറ്റ്സ് സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ എലമെൻറ്റ്സ് ആണ്, അതാണ് ഈ ഒരു പർട്ടിക്കുലർ കളറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയേ, ഇവിടെ ഉള്ള ഈ ഒരു എലമെൻറ്റ്സിൽ നമ്മൾ ഉണ്ടാക്കിയാണ്, നാച്ചുറലി ഉള്ളതല്ല, നമ്മൾ എന്ത് ചെയ്തു, ലാബിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കളറിൽ കൊടുത്തേക്കുന്നത്, മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് കളറിലാണ് ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. ചിലത് ഗ്യാസാണ്, ചിലത് ലിക്വിഡാണ്, ചിലത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് വേരിയസ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ആയാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ എല്ലാം ഏതാണ്ട് നോക്കിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ പീരിയോഡിക് ടേബിൾ എന്താണ്, എങ്ങനെയാണ്, പിന്നെ ആരൊക്കെയാണുള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട്, പിന്നെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്, പിന്നെ എലമെൻറ്റ്സിൻ്റെ സിമ്പിളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ന്യൂലി ഡിസ്കവേർഡ് എലമെൻറ്റ്, അതായത് പുതുതായിട്ട് കണ്ടുപിടിച്ച ചില എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, 2016 4 ന്യൂ എലമെൻറ്റ്സ് ആർ ആഡഡ് ടു ദി പീരിയോഡിക് ടേബിൾ. 2016 ഓക്കെ, അധികം കൊല്ലം ആയിട്ടില്ല. അപ്പോൾ ഈ ആറ്റോമിക് നമ്പർ 113, 15, 17, 18 അതൊക്കെയാണ് എലമെൻറ്റ്സ്. പിന്നെ അതിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ പേര് IUPAC നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്, ശരിയല്ലേ. അതായത് IUPAC ആണ് ഇതിൻ്റെ ഒരു നെയിമൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും ഇടുന്നത് ആരാണ്, IUPAC എന്ന് പറയുന്ന സംഘടനയാണ്. പിന്നുള്ളത് അതിൻ്റെ പേരാണ്. നിഹോണി ഉണ്ട്, മോസ്കോവി ഉണ്ട്, പിന്നെ ടെന്നിസിൻ ഉണ്ട്, പിന്നെ ഒഗനിസൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ്
അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് പേര് കിട്ടുക? ഓക്കെ, എലമെൻറ്റ് നിഹോണിയം ഗെറ്റ് നെയിം ഫ്രം ദ ജപ്പാനീസ് വേർഡ് നിഹോൺ. അപ്പോൾ ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ജപ്പാൻ ഇൻ ജപ്പാനീസ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ആരാണ് കണ്ടുപിടിച്ചത് അങ്ങനെയുള്ളത് വെച്ചിട്ടാണ് ഇതിന് ചിലപ്പോൾ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജപ്പാൻ ഒരു റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പേര് കൊടുത്തേക്കുന്നത്. ഇറ്റ് ഓൾസോ മീൻ ലാൻഡ് ഓഫ് റൈസിങ് സൺ. ഓക്കെ, നമ്മൾ ഉദിച്ചു പോകുന്ന സൂര്യൻ്റെ നാട് എന്നൊക്കെ പറയും ജപ്പാന്. പിന്നെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ഡിസ്കവറി ഓഫ് ദി എലമെൻറ്റ് മോസ്കോയും ആർ കാരിഡ് ഔട്ട് മെയിൻലി ഇൻ ദി ലബോറട്ടറി ഓഫ് മോസ്കോ. അതായത് മോസ്കോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റഷ്യയുടെ തലസ്ഥാനമാണ്, ശരിയല്ലേ? നിങ്ങൾ പേപ്പർ കാണില്ല, റഷ്യ ഉക്രൈൻ വാർ, ആ റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. ആ മോസ്കോയിലുള്ള ലാബിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കവറി എല്ലാം നടന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്തത്? മോസ്കോവി എന്ന് കൊടുത്തത്. ഓക്കെ, പിന്നെ പറയുന്നത് ദ എലമെൻറ്റ് ടെന്നീസിൻ ഈസ് ഡിറൈവ്ഡ് ഇസ് നെയിം ഫ്രം ദ ബേസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ ടെന്നീസിൻ സ്റ്റേറ്റ്. അപ്പോൾ അതൊരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പേര് കൊടുത്തത്. 3 elements mentioned above got their name from the place associated with their discovery. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചില എലമെൻറ്റ്സിന് പേര് കൊടുത്തേക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ഡിസ്കവറി ആണെന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് ദ എലമെൻറ്റ് ഓർഗാനിസം വാസ് നെയിംഡ് ഇൻ ദ ഹോണർ ഓഫ് ദി യൂറി ഓർഗാനിസം എ ന്യൂക്ലിയർ സയൻസ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വലിയ വലിയ സയൻറ്റിസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ചില എലമെൻറ്റ്സ് പേരിടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പേര് കൊടുത്തേക്കുന്നത്. ദിസ് ഈസ് എ സെക്കൻഡ് ഇൻസ്റ്റൻറ്റ് വേർ ആൻ എലമെൻറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ എ ലിവിങ് സയൻറ്റിസ്റ്റ്. അത് ഭയങ്കര പ്രത്യേകതയാണ്, ശരിയല്ലേ? സാധാരണ ഈ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. പക്ഷേ ഈ പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പുള്ളിയുടെ പേര് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുള്ളി അത്രയും വലിയ സയൻറ്റിസ്റ്റ് ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സയൻസ് എല്ലാം പഠിച്ച് സൂപ്പറായി വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ പേരിലും ഇതുപോലെ എലമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചാൽ പേരിടും. ഓക്കെ, അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. പിന്നെ പ്രീവിയസ്ലി സീബോറിയം എൻ എലമെൻറ്റ് ആറ്റമിക് നമ്പർ 106 നെയിംഡ് ആഫ്റ്റർ ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, ഇതുപോലെ നമ്മൾ വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ പല സയൻറ്റിസ്റ്റിൻ്റെ പേരിലുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് ഇൻ ദ ഹോണർ ഓഫ് ദി ഗ്ലെൻ സീബോർ എൻ അമേരിക്കൻ കെമിസ്റ്റ്. അപ്പോൾ സീബോർഗിൻ്റെ പേരിലും ഒരു എലമെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ പൊസിഷൻസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. നമ്മൾ എങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഉത്തരം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. പറഞ്ഞ ഹൗ മെനി പീരിയഡ്സ് ആർ ദർ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് ഞാൻ ആൻസർ പറയുന്നില്ല. ഓക്കെ, ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് ജസ്റ്റ് എ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹൗ മെനി പീരിയഡ്സ് ആർ ദർ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. പീരിയഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ക്ലൂ തരാം. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്ന അതിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താൽ കുറച്ചൊന്ന് മുന്നോട്ടാക്കിയാൽ നമുക്ക് കാണാം എത്ര പീരിയഡ് ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ഓർത്ത് നോക്കാം. ഓക്കെ, ബാക്ക് അടിക്കുന്നതിനേക്കാളും ഓർത്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓക്കെ, റൈറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്. ഇത് ബി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മേലിൽ നിന്ന് താഴോട്ട് വരുന്ന അതിനാണ് ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ എത്ര എണ്ണ ചേട്ടനാണ് ഈ പറഞ്ഞത്? അതാണ് എഴുതേണ്ടത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് നോക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് വിച്ച് പീരീഡ് ഹാസ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് പറയാം. അതെന്താണ്? ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻ്റ് ഉള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ്. വിച്ച് പീരീഡ് ഹാസ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഞാനത് ഒന്നുകൂടി കാണിച്ചു തരാം. ഏറ്റവും ലീസ്റ്റ് നമ്പർ എലമെൻറ്റ്സ് ഉള്ള പീരീഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓക്കെ, ഈ ഒന്നാമത്തെ പീരീഡ് ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 2 മെമ്പേഴ്സല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കിയേ, അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ 2 ഇപ്പുറത്തുണ്ട്, 6 ഇപ്പുറത്തുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 8 ഉണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 8 ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ആണെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് ലീസ്റ്റ് നമ്പറുള്ള പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഈ പറയുന്ന ഒന്നാമത്തെ പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഫസ്റ്റ് പീരീഡാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരും. ആർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ പീരീഡ് 2 and 3 ആർ സെയിം. അതിപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിൽ എലമെൻറ്റ്സിൻ്റെ എണ്ണം സെയിം ആണോ? സെയിം അല്ലേ? ഓക്കെ, അത് നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. ഓക്കെ, ഹൗ മെനി എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി 4th പീരീഡ്. അപ്പോൾ നമുക്ക് ആ 2 ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ്. ഈ രണ്ടാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിലെത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 8 അല്ലേ? ഓക്കെ, അതുപോലെ അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പീരീഡിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 8 അല്ലേ? അപ്പോൾ 8 ഈ ഒരു രണ്ടാമത്തേലും മൂന്നാമത്തേലും ഉള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പീരീഡിലും രണ്ടാമത്തെ പീരീഡിലും സെയിം നമ്പർ എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. എനിക്ക് ചോദിച്ചത് എന്താണ്? നാലാമത്തെ പീരീഡിൽ എത്ര എലമെൻ്റ് ഉണ്ട്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18
18 എലമെൻറ്റ്സ് ആണ് അപ്പോൾ നാലാമത്തെ പീരീഡിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നാലാമത്തെ പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? 18 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ നോക്കി. അപ്പോൾ ഇതിൽ ബേസിക്കലി എന്താണ് തന്നേക്കുന്നത്? എന്താണ് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എവിടെയാണുള്ളത്? അതായത് ഈ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ മേലെ കണ്ടോ? അപ്പോൾ ഈ മേലെ തന്നേക്കുന്ന ഈ കുഞ്ഞ് സംഭവമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലിഥിയത്തിൻ്റെ 3 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്, ബെറിലിയത്തിൻ്റെ 4 ആണ്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? പിന്നെ സിമ്പിൾ ഉണ്ട്. ലിഥിയത്തിൻ്റെ LI എന്നാണ്, ബെറിലിയത്തിൻ്റെ BE ആണ്. ഓക്കെ, അപ്പോൾ ആ സിമ്പിൾ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? അതിൻ്റെ ഫുള്ളായിട്ടുള്ള പേരുണ്ട്, ബെറിലിയം, ലിഥിയം അങ്ങനെയുള്ള പേരുണ്ട്. പിന്നെ എന്താണുള്ളത്? ഈ താഴെ കണ്ടോ? താഴെയുള്ള ഈ ഒരു 2 1 പിന്നെ 2 2 അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഒരു പീരിയോഡിക് ടേബിൾ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? ഒന്ന്, അതിൻ്റെ ഒരു സിമ്പിൾ എന്താണ്, ആ ഒരു സിമ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ പേരെന്താണ് അത് മനസ്സിലാക്കാം. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കാം. പിന്നെ അത് ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ശരിയല്ലേ? പിന്നെ അത് ഏത് ഗ്രൂപ്പിലാണ്, പീരീഡിലാണ് അത് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്തൂടെ? നോക്കി എന്തൊക്കെ ഇൻഫർമേഷനാണ് ഈ പറയുന്ന പീരിയോഡിക് ടേബിളിന് കിട്ടിയത്? എന്തെല്ലാം കിട്ടിയത്? നെയിം ഉണ്ട്, പിന്നെ സിമ്പിൾ ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ ഏതാണ് ഗ്രൂപ്പ് എന്നുണ്ട്, ഏതാണ് പീരീഡ് എന്നുണ്ട്, പിന്നെ അത് ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ അതുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്ര വരെ ചേട്ടൻ പറഞ്ഞത് മനസ്സിലാകും. ബേസിക്കലി അപ്പോൾ നമ്മൾ പറയുന്നത് പീരിയോഡിക് ടേബിളിലെ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്, പീരിയോഡിക് ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തെല്ലാം അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കി, പിന്നെ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ലിഥിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ LI എന്നാണ്, അറ്റോമിക് നമ്പർ 3 ആണ്. ആദ്യം നമുക്കറിയേണ്ടത് അറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അറ്റോമിക് നമ്പർ 3 എന്ന് വെച്ചാൽ എന്താണ്? 3 പ്രോട്ടോൺ ഉണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, 3 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ചാർജ് ഒന്നും ഇല്ലാത്ത. ഓക്കെ, അപ്പോൾ 3 പ്രോട്ടോൺ ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ആ ഒരു 3 ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അതായത് ലിഥിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ചുറ്റും എന്തുണ്ട്? ഇതുപോലെ കുറേ ഓർബിറ്റ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ പല ഓർബിറ്റിൽ, ഇത് 1ാമത്തെ ഓർബിറ്റാണ്, പിന്നെ ഇത് 2ാമത്തെ ഓർബിറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പം 1ാമത്തെ ഓർബിറ്റിൽ എന്തുണ്ട്? എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? മാക്സിമം 2 ഇലക്ട്രോൺ ആണ് നമുക്ക് 1ാമത്തെ ഓർബിറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ഇലക്ട്രോൺ ഉള്ളതിൽ 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു 1ാമത്തെ ഓർബിറ്റിൽ ആണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? ടോട്ടൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 2 എണ്ണത്തിന് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് എത്ര എണ്ണം ബാക്കിയുണ്ട്? ഒരെണ്ണമാണ് അതിന് ബാക്കിയുള്ളത്. ശരിയാണ്? അപ്പോൾ ആ ഒരു ബാക്കിയുള്ളതിന് അടുത്ത ഓർബിറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 ഇലക്ട്രോൺ 1ാമത്തെ ഓർബിറ്റിലും പിന്നെ എന്ത് ചെയ്യാം? 1 ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റിലും, അങ്ങനെയല്ലേ വരിക? അപ്പോൾ 2 1. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങൾ അടുത്ത് നോക്കിയേ. അടുത്തത് സോഡിയമാണ്. സോഡിയത്തിൻ്റെ N എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 11 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. 11 അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? പറഞ്ഞേ. 11 ആറ്റോമിക് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെ എണ്ണം 11 ആണ്, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം 11 ആണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 11 ആയിരിക്കും. കാരണം എന്താ? അവിടെ ചാർജ് ഒന്നുമില്ല, അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ്. അപ്പോൾ പ്രോട്ടോൺ എത്രയുണ്ടോ, അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ടാവും, അതായത് അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, എന്നല്ല ന്യൂട്രൽ ആകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിളിൽ സോഡിയത്തിന് 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ആ 11 ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? സോഡിയം എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ സോഡിയത്തിന് വെച്ച് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ വരക്കാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ആറ്റത്തിൻ്റെ മോഡൽ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ കുറേ ഷെല്ല് പഠിച്ചില്ലേ? അപ്പോൾ അതിലെങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 ഷെല്ല് വരക്കണം. ഓക്കെ, 3 ഷെല്ല് നമ്മളിങ്ങനെ വരക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 11 ഇലക്ട്രോണാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2 ഇലക്ട്രോണാണ് മാക്സിമം ഈ ഒരു കെ ഷെൽ, അതായത് 1ാമത്തെ ഷെല്ലിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക. 2 നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ 2ാമത്തെ ഷെല്ലിൻ്റെ പേര് എന്താണ്? കെ ഷെല്ലാണ് 1ാമത്തത്. അപ്പോൾ ഇത് കെ ഷെല്ലാണ്. പിന്നെ അതുപോലെ ഇത് L ആണ്, ഇത് M ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ഷെല്ലിൻ്റെ അതിൽ നമ്മൾ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ 1ാമത്തെ ഷെല്ല് കെ ഷെല്ലാണ്, അതിൽ മാക്സിമം 2 ഇലക്ട്രോണേ പറ്റും. അപ്പോൾ നമ്മൾ 11ൽ 2 എണ്ണം അവിടെ അറേഞ്ച് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 11 - 2 9 ഉണ്ട്. ശരിയല്ല? അപ്പോൾ അതിൽ 2ാമത്തെ L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ? L എന്ന് പറയുന്ന ഈ 2ാമത്തേൽ ഞാൻ 8 എണ്ണം അറേഞ്ച് ചെയ്യാണ്. 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മൾ 8 എണ്ണം എന്ത് ചെയ്തു?
രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 9 - 8 എത്ര എണ്ണം ബാക്കിയുണ്ട്? ഒരെണ്ണം ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ഒരെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എം ഷെല്ലിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വന്നത്? 2 എണ്ണം കെ ഷെല്ലിലുണ്ട്, 8 എണ്ണം എൽ ഷെല്ലിലുണ്ട്, പിന്നെ ഒരെണ്ണം എം ഷെല്ലിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ വരിക? 2, 8, 1. അപ്പോൾ അങ്ങനെയല്ല വരിക? അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. മനസ്സിലാവും? എല്ലാവർക്കും മനസ്സിലാവും? അപ്പോൾ എങ്ങനെ വരുന്നത് മനസ്സിലാവും. മാക്സിമം ഓരോ ഷെല്ലിനും എത്രയാണ് അക്കോമഡേറ്റ് ചെയ്യുക അത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത്? ചേട്ടൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസാണ് പറ്റുക. അതുപോലെ എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസാണ് പറ്റുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാവും? പിന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ലിഥിയത്തിന് കൊടുത്തേക്കുന്നത് 2, 1 അങ്ങനെയല്ല 3 കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സോഡിയം എത്തുമ്പോൾ 2, 8, 1 വന്നത്. അപ്പോൾ ആ 8 എങ്ങനെയാണ് വന്നത്? ശരിക്കും ഇത് എങ്ങനെ വരുന്നത് വെച്ചാൽ ലിഥിയം കഴിഞ്ഞിട്ട് 8ാമത്തെ എലമെൻ്റ് ആയിട്ടാണ് സോഡിയം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു 8 എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അത് മനസ്സിലാവും? നോക്കിയേ, ലിഥിയം കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7 8ാമത്തെ ആയിട്ടാണ് സോഡിയം വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് 8 എണ്ണം അവിടെ എക്സ്ട്രാ വരുന്നത്. അതായത് 8 ഇലക്ട്രോൺസ് അവിടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പൊട്ടാസ്യം വരുമ്പോൾ നോക്കിയേ, പൊട്ടാസ്യം ആണെങ്കിൽ 2, 8, 8, 1 അങ്ങനെ കൊടുത്തേക്കണം. അപ്പോൾ ഒരു 8 എണ്ണം കൂടി എക്സ്ട്രാ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെയുള്ള സോഡിയത്തിനെ കൂടാതെ പിന്നെ 8 എണ്ണം കൂടി എക്സ്ട്രാ വേണം. ആ ഒരു 8 ആണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ആ എക്സ്ട്രാ എങ്ങനെയാണ് വന്നത്? സോഡിയം കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന 2, 8, 8, 1. അപ്പോൾ അതിൻ്റെ മീനിങ് അതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, റുബിയുടെ നോക്കിയേ, റുബിഡത്തിൽ 2, 8, 18, 8, 1 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്ട്രാ ഏതാണ്? 18 ആണ്. ശരിയല്ലേ? അതെങ്ങനെയാണ് ഈ 18 വന്നത്? അതായത് പൊട്ടാസ്യം കഴിഞ്ഞ് 18ാമത്തെ എലമെൻ്റ് ആയിട്ടാണ് ഈ പറയുന്ന റുബിഡ വരുന്നത്. ഇനി നമുക്കത് ശരിയാണെന്ന് ഒന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ശരിയല്ലേ? അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? അവിടെ ഒരു 18 എക്സ്ട്രാ ആണ്. 2, 8, 18, 8, 1 അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. എടുത്ത് നോക്കിയേ, സീസത്തിൻ്റെ ഇതായിട്ട് കൊടുത്തേക്കുന്നത് 2, 8, 18, 18, 8, 1. അപ്പോൾ അവിടെ ഒരു 18 കൂടുതലുണ്ട്. ശരിയല്ലേ? ആ 18 എങ്ങനെയാണ് കൂടുതൽ വന്നത്? ആ 18 എന്ന് പറയുന്നത് ഈ ഒരു റുബിയുടെ കഴിഞ്ഞിട്ടുള്ള 18 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നോക്കി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 18 എണ്ണം ആകുമ്പോഴാണ് ഈ പറയുന്ന അടുത്ത വരുന്നത് സീസിയം വരുന്നത്. ശരിയല്ലേ? ആ 18 നമ്മൾ ആ കോൺഫിഗറേഷൻ കണ്ട എക്സ്ട്രാ ഉള്ളൊരു 18. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഫ്രാൻസിൽ നോക്കിയേ, ഫ്രാൻസിലാണെങ്കിൽ ഇവിടെ നമുക്ക് 2, 8, 18, 32, 18, 8, 1. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് എക്സ്ട്രാ ഉള്ളത്? എത്രയാണ്? 32 ആണ്. ശരിയല്ലേ? അതാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ എണ്ണുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നമുക്ക് അറിയണം. ഇവിടെ നോക്കിയേ, ഇവിടെ ബേരിയം എന്ന് പറയുന്നത് കണ്ടോ? ബേരിയം 56 ഓക്കെ, അപ്പോൾ ബേരിയം 56 57 ഈ പറയുന്ന ലന്താനം. ഓക്കെ, അപ്പോൾ ലന്താനം മുതൽ ലൂട്ടീനിയം വരെ ഉള്ളത് ഈ ഒരു 57 to 71 അതാണ്. ഓക്കെ, അതാണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ നമ്പർ കൊടുത്തേക്കുന്നത് 57. നോക്കിയേ, ഇത് 57 അങ്ങനെ 58, 59, 60 മുതൽ അങ്ങനെ വന്ന് ഇവിടെ ലാസ്റ്റ് ലൂട്ടി എത്തുമ്പം 71 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യുമ്പം ഇവിടെ ലന്താനത്തിൻ്റെ അവിടെ എന്ത് ചെയ്യുക? ഒരു കൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് ഫുൾ കൗണ്ട് ചെയ്യുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണി കാണിച്ചു തരാം. 1 നമ്മൾ ബേരിയം എണ്ണമാണ്, പിന്നെ 2 എന്ന് പറയുന്നത് ലന്താനാണ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഇവിടെയും ക്രോസ് ചെയ്യണം, കാരണം അത് രണ്ടും സെയിം ആണ്, ലന്താനാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത മുതൽ എണ്ണമാണ് 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31 അങ്ങനെ 32ാമതായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്രാൻസിയം വരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ബേരിയം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ലാന്തനോട്സ് ഫുള്ളായിട്ട് എണ്ണണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 32 അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. ശരിയല്ലേ? ബേസിക്കലി ഈ ഒരു ലന്താനം അല്ലേ? അപ്പോൾ ഈ ലന്താനം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലന്താനം കഴിഞ്ഞ് വരുന്ന എന്ന് പറയുന്നത് ലന്താനമാണ്. ആ ലന്താനം കഴിഞ്ഞ് വരുന്ന എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂടി കൗണ്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? 32 എക്സ്ട്രാ വരും. അതുകൊണ്ടാണ് ആ കോൺഫിഗറേഷൻ അങ്ങനെയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കോൺഫിഗറേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയാണ് പഠിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ ഒരു ആറ്റമിക് നമ്പറാണ് ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നത് സോഡിയത്തിൻ്റെ പറഞ്ഞു. ശരിയല്ലേ? ഇനി അതുപോലെ പൊട്ടാസ്യം നോക്കി, പൊട്ടാസ്യനാണെങ്കിൽ 2, 8, 8, 1 അതാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് തന്നേക്കുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞത്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ? എത്ര ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 + 8 + 8 + 1 എത്രയായി? 8 × 10 = 18 = 19. അപ്പോൾ അങ്ങനെ എത്രയാണ്? 19 ആണ് ഇതിൻ്റെ ആറ്റമിക് നമ്പറായിട്ട് വരിക. ശരിയല്ലേ?
അതുപോലെ അതിൻ്റെ സിമ്പിൾ, പൊട്ടാസിൻ്റെ സിമ്പിൾ നമ്മൾ നേരത്തെ കണ്ടാണ്, കാലി എന്നുള്ള അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടേം ആയിട്ടുള്ള കെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കിയേ അടുത്ത് നോക്കിയേ റുബീഡിയം. അതെങ്ങനെ വന്നതെന്ന് ചേട്ടൻ പറഞ്ഞല്ലേ, 18 എങ്ങനെ എക്സ്ട്രാ വന്നതെന്ന് മനസ്സിലാവും. അതായത് പൊട്ടാസ്യം കഴിഞ്ഞിട്ട് 18ാമത്തെ എലമെൻ്റായിട്ടാണ് നമ്മുടെ റുബീഡിയം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 18 എക്സ്ട്രാ വന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പിന്നെ പഠിക്കും, പിന്നെയുള്ള ക്ലാസ്സിലേ പഠിക്കും. അതുകൊണ്ടാണ് ചേട്ടൻ ഇപ്പോൾ പറയാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ജസ്റ്റ് ആറ്റമിക് നമ്പർ മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആറ്റമിക് നമ്പർ കാണാം, ഇത് ഫുള്ളായിട്ട് ടോട്ടലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആ 18 കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഇത് ഫുൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആറ്റമിക് നമ്പർ കിട്ടും. ശരിയല്ലേ? എത്രയാണത്? 37 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു 18 എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നേരത്തെ കിട്ടിയ ആ ഒരു 19 എന്ത് ചെയ്യും, നമ്മൾ ഈ 18 എക്സ്ട്രാ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 37 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്, 37 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ അറിയുന്നത് സീസിയം. സീസിയത്തിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് CS എന്നാണ് സിമ്പിൾ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ആ ടേബിൾ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയെല്ലാം ഫിൽ ചെയ്തിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, പിന്നെ ഈ ഒരു കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ എക്സ്ട്രാ 18 എങ്ങനെ വന്നതെന്ന് മനസ്സിലാവും. 18 എലമെൻറ്റ് ഈ പറയുന്ന സീസിയം വരുന്നത്. അപ്പോൾ ഈ സീസിയം റുബീഡിയം കഴിഞ്ഞ് 18 എലമെൻറ്റ് ആകുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 18 എക്സ്ട്രാ വന്നത്. ഇനി നോക്കി അടുത്ത് നോക്കി ലാസ്റ്റ് നോക്കിയാൽ ഫ്രാൻസിയം. ഫ്രാൻസിയത്തിൻ്റെ അറ്റോമിക് നമ്പറായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു സമ്മായിരിക്കും. ശരിയല്ല? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതുക. അതായത് ഈ 55നോട് നമ്മൾ എന്ത് ചെയ്യുക, 32 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും, 55 30 85 2 87 വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 87 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫിൽ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി, അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്ത് നോക്കി. ഹാവ് യു നോട്ടീസ് ദാറ്റ് എനി പെക്യുലാരിറ്റി റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദി ഗ്രൂപ്പ് ഓഫ് 1. അപ്പോൾ ഈ ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും അവസാനം എൻഡിങ്ങിൽ വന്നേക്കുന്നത് 1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ലിഥിയത്തിൻ്റെ ആണ് 21 ആണ്, സോഡിയത്തിൻ്റെ ആണ് 281 ആണ്, അത് ബാക്കിയുള്ള നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെപ്പോഴും എൻഡിങ്ങിൽ വരുന്നത് അതാണ് ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അതെങ്ങനെയാണ് വന്നേക്കുന്നത്, അതെപ്പോഴും 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഗ്രൂപ്പ് 1ലുള്ള എലമെൻസിനെല്ലാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അതെന്ന് പറയുന്നത് 1 ആണ്. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദി ഗ്രൂപ്പ് 2. അത് നമുക്ക് ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കാം. അപ്പോൾ ആ ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ബെർലിയാണ്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2 എന്ന് എങ്ങനെയാണ് മനസ്സിലായത്, രണ്ടാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ താഴോട്ട് വരുന്ന ആ ഗ്രൂപ്പിനാണ് ഒരു ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എലമെൻ്റായിട്ട് വരുന്നത് ബെർലിയാണ്. ബെർലത്തിൻ്റെ 22 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നോക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ 282 എന്നാണ് കൊടുത്തേക്കുന്നത്. കാൽസ്യം 2882 എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്ട്രോൺസ്യം 281882 എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് ബേരിയം 28181882. പിന്നെ റേഡിയത്തിൻ്റെ കൊടുത്തേക്കുന്നത് 2818321882. അപ്പോൾ ബേസിക്കലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് പാറ്റേൺ ആണ് പറയേണ്ടത്. ഓക്കെ, പാറ്റേൺ നോക്കിയേ, എല്ലാത്തിൻ്റെയും അവസാനത്തിൽ 2 ആണ്. ശരിയല്ലേ? ഇവിടെ 22 ആണ്, 282 ആണ്, പിന്നെ അവിടെയും 2 ഉണ്ട്, 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, 2 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വരുന്നത് 2 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് വരിക. അത് മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് മനസ്സിലായത് നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗിവൺ ഗ്രൂപ്പ് ആർ സെയിം. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായി. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദം. സാധാരണ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലേ, അതായത് എങ്ങനെയാണ് ഈ ഒരു എലമെൻറ്റ് കെമിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ നമ്മളൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് സെയിം ആണെങ്കിൽ, ബാഹ്യ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആണെങ്കിൽ, അപ്പോൾ അതിൻ്റെ എല്ലാം എന്തായിരിക്കും, പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. യൂഷ്വലി ദീസ് ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ലാസ്റ്റുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് സാധാരണ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഇങ്ങനെ താഴോട്ട് വരുന്ന ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിൻ്റെയും വാലൻസ് ഷെൽ, അതായത് ലാസ്റ്റുള്ള ഷെല്ല്, അതിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആണ്. ഓക്കെ, ഞാനിപ്പോൾ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞില്ലേ, അത് ഔട്ടർ മോസ്റ്റ് ഷെൽ അത്രേ ഉള്ളൂ കേട്ടോ, അതിന് വേറെ മീനിങ് ഒന്നുമില്ല. ജസ്റ്റ് വാലൻസ് ഷെൽ എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെൽ. ബേസ്ഡ് ഓൺ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എലമെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ് ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഫാമിലി. അപ്പോൾ നമുക്ക് അതിനെ ഫാമിലി ആയിട്ട് പറയാം. അതെങ്ങനെയാണ് പറയുന്നത്, ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നു. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മനസ്സിലായോ, അതായത് മേലെ നിന്ന് താഴോട്ട് എടുക്കുന്നില്ലേ, അതിനാണ് ആൽക്കലി മെറ്റൽസ്. ഒന്നാമത്തെ ആണ് ആൽക്കലി മെറ്റൽസ് പറയും. രണ്ടാമത്തെ ആണ് ആൽക്കലിൻ എർത്ത് മെറ്റൽ എന്ന് പറയും. 3 മുതൽ 12 വരെയുള്ള ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയും. അതെന്നിട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഉള്ളത് ബോറോൺ ഫാമിലി, അതായത് 13 ഗ്രൂപ്പ്. പിന്നെ 14 ഗ്രൂപ്പിന് കാർബൺ ഫാമിലി എന്ന് പറയും. പിന്നെ നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻ, നോബിൾ ഗ്യാസ്. അപ്പോൾ ഇതെങ്ങനെയാണ് പേര് കൊടുത്തേക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഒന്നാമത്തെ എലമെൻറ്റിനെ വെച്ചിട്ടാണ് പേര് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓക്കെ, ആദ്യത്തെ പേര് കൊടുത്തേക്കുന്നത് ആൽക്കലി മെറ്റൽസ് ആണ് ഇത്. പിന്നെ ആൽക്കലിൻ എർത്ത് മെറ്റൽസ് ആണ് ഇത്. ഓക്കെ, പിന്നെ ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ,
അപ്പോൾ ഇതെന്താ ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് വരുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി പിന്നെ പറയുന്നത് എന്താണ്, ബോറോൺ ഫാമിലി. ബോറോൺ ആണ് അതിൽ ഒന്നാമത്തെ എലമെൻറ്റ്, ഇതാണ് ബി, അതുകൊണ്ടാണ് അതിൻ്റെ ബോറോൺ ഫാമിലി. പിന്നെ കാർബൺ ഫാമിലിയാണ് 14. അതെങ്ങനെയാണ്, ഈ ഒരു ഫാമിലീൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള മെമ്പർ ആരാ, കാർബൺ അല്ലേ. അതുപോലെ ഈ ഒരു ഫാമിലീൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള മെമ്പർ ആരാ, നൈട്രജൻ അല്ലേ. അത് വെച്ചിട്ട് കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, പിന്നെ ഓക്സിജൻ ഫാമിലി, അങ്ങനെ ഇതിന് പക്ഷേ ഹാലജൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഫ്ലൂറിൻ്റെ ഫാമിലിനെ പറയുന്ന പേര് ഹാലജൻസ് ആണ്. അതുപോലെ ലാസ്റ്റ് ഉള്ള ഇതിന് പറയുന്ന പേര് നോബിൾ ഗ്യാസ്, അതായത് ഉത്കൃഷ്ട വാതകങ്ങളാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രൂപ്പിൽ പറയാനുള്ളത്. പല ഗ്രൂപ്പിൻ്റെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമോ, പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ എന്താണ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത, വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണ് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ പറഞ്ഞു, പിന്നെ ഈ പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞു, മോഡേൺ പീരിയോഡിക് ടേബിളിനുള്ള മെറിറ്റ് പറഞ്ഞു. മെറിറ്റ് ഐസോടോപ്പിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യും. അതായത് നമ്മൾ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്, മാസ് അല്ല. അതുകൊണ്ട് ഐസോടോപ്പിൻ്റെ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ, അപ്പോൾ ഇത്രയാണ് ചേട്ടന് ഈ ഒരു പാഠത്തിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാകാത്തത്, സ്പീഡ് കൂടുതലാണോ അതോ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടാണോ? ഓക്കെ, എന്താണ് പ്രശ്നം, അതുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചേട്ടൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചേട്ടൻ ലൈവായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൂടെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചേട്ടൻ എടുക്കുന്നത് മെയിനായിട്ട് സയൻസും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ചാപ്റ്ററാണ് എടുത്തതെന്നുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് കൂടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം.